പിന്നെ ഒരു ജോലി എന്നുള്ളത് എന്തായാലും നിർബന്ധം എന്നുള്ളൊരു വന്നു. കിട്ടുന്ന ഉറപ്പായിരുന്നു. ഞാനത് വാങ്ങിയിട്ടേ പോവുള്ളൂ എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വിജിലയുടെ വിജയം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി ആരായിരുന്നു? ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രണ്ടാളുകളാണ്. അമ്മ, ഞാൻ ഈ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അമ്മ പോയി. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് വിജില മുരളി എന്ന വ്യക്തിയെയാണ്. വിജില ഇപ്പോൾ നിലവിൽ എവിടെയാണ് നമ്മളെ ജോലി ചെയ്യുന്നത്? മലപ്പുറം SCB മലപ്പുറം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇപ്പോൾ ജൂനിയർ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അതിനോടൊപ്പം പുതിയ ലിസ്റ്റുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അല്ലേ? അതെ, പുതിയ ലിസ്റ്റുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചില ആൾക്കാരുടെ വിജയം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. കാരണം അവരുടെ ആ ഒരു എഫേർട്ട് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് ഓരോ തവണ ഫോണിൽ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വിജില മുരളി. വിജില കോഴിക്കോട് സ്വദേശിയാണല്ലേ? കോഴിക്കോട് സ്വദേശിയാണെങ്കിലും ട്രിവാൻഡ്രത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു. 10 വർഷമായി. പഠനം തുടങ്ങിയ എത്ര നാളായി? എനിക്കതറിയാം. പഠനം തുടങ്ങിയിട്ട് 2023 സ്റ്റാർട്ട് ചെയ്തു. 23 തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ 24, 25, 26 എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ചധികം പരീക്ഷകൾ എഴുതി, എക്സ്പീരിയൻസ് പരീക്ഷകളിൽ 1 മാർക്കിന് 1/2 മാർക്കിനൊക്കെ ആയിട്ട് കട്ട് ഓഫ് ഒന്ന് മിസ്സാവുക. അപ്പോൾ CSE പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു എക്സാമ്പിളാണ് വിജില. ഏജിന്റെ കാര്യം മാത്രമല്ല, കൃത്യമായിട്ട് ആ മേഖലയിൽ നിൽക്കുക എന്നുള്ളതാണ് അല്ലേ? അവസാനം വരെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലോങ് ടേമിൽ നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് വിജിലയ്ക്ക് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പലരുടെയും ചോദ്യം തന്നെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മളെ ഒരാളെ വിലയിരുത്തുന്നത് അവരെ കണ്ടിട്ട് ഏകദേശം ജോലിയൊക്കെ ആയി സെറ്റ് ആവാനുള്ള ഒരു ടൈം, അതാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ചോദിക്കുക ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് പറയാനൊരു ആൻസർ ഇല്ലാത്തത് ആണ് ഏറ്റവും മെയിനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഹേർട്ട് ചെയ്യുന്നതും. കാരണം നമുക്കൊന്നും പറയാനില്ല. കാരണം ചോദിച്ചാലും വ്യക്തമായിട്ടുള്ള ഒരു കാരണം പറയാനില്ല. ഇനി കാരണം പറഞ്ഞാൽ തന്നെ ആളുകൾക്കിട്ട് മനസ്സിലാവുകയില്ല. അതൊരു ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക്. പിന്നെ ഒരു ജോലി എന്നുള്ളത് എന്തായാലും നിർബന്ധം എന്നുള്ളൊരു വന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. നമ്മളിനി കിട്ടുന്ന ഉറപ്പായിരുന്നു. ഞാനത് വാങ്ങിയിട്ടേ പോവുള്ളൂ എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വിജിലയുടെ വിജയം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി ആരായിരുന്നു? ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രണ്ടാളുകളാണ്. ഒന്ന് എൻ്റെ അമ്മ, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. അമ്മ, ഞാൻ ഈ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അമ്മ പോയിട്ട് ഇപ്പോൾ 18 ദിവസം ആയിട്ടേ ഉള്ളൂ. അമ്മയുടെ 16 കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് ജോയിൻ ചെയ്തത്. അമ്മ ഉറപ്പായിട്ടും ഈ ഒരു സിറ്റുവേഷൻ അമ്മ എന്തിനു പോയി കാണില്ല? അമ്മ കാണും, അമ്മ ഉറപ്പായിട്ടും കാണും. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് എന്നൊക്കെ ഞാൻ ഡൗൺ ആവുന്നുണ്ടോ, ഒരുപക്ഷെ ഒരു വഴക്കിലൂടെ ആയിരിക്കും, വഴക്ക് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറയും സാരില്ല പോട്ടെ, അടുത്തതിന് നമുക്ക് പിടിക്കാം. ഞാൻ നിർത്തിപ്പോവാൻ വിചാരിക്കുന്ന സമയങ്ങളിൽ പോലും എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. 2023 സഹകരണ സഹയാത്ര. 2023 എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രത്തെ ആദ്യത്തെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ? എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവിടുത്തെ എക്സാംസ് മന്ത്ലി എക്സാം അല്ല, വീക്കിലി ഫ്രഷ് എക്സാം, അങ്ങനെ ഒരുപാട് എക്സാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അടുത്ത എഫേർട്ട് എടുക്കാൻ, അതിലൊന്നിൽ മാർക്ക് പറഞ്ഞാൽ അടുത്തതിൽ എന്തായാലും വിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാതെ വളർത്തും. അതുപോലെ തന്നെ വീക്കിലി എക്സാമിന് നമ്മുടെ സാറുമാരുടെ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് നല്ല വഴക്ക് കിട്ടും. അത് നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും. ഒരുപാട് വിഷമമുണ്ടാക്കിയ സംഭവം. അതെ, കാരണം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല കുട്ടികൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ വരുന്നെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ റിവ്യൂ വരണ ദിവസങ്ങൾ നോക്കി വരാതിരിക്കാൻ ടീംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാതെയാണ് പോകുന്നത്. പരീക്ഷ കഴിഞ്ഞ ദിവസം കറക്റ്റ് പോവുക. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിത് ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കൊണ്ടുതരുന്ന ഫീസിൽ നിന്നാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന ആ ഫീസിന് തുല്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സ്കോർ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ജോലിയാണ്, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതെ,
അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്ക്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സന്തോഷം കണ്ടില്ലേ? അതെ, സത്യമായിട്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരണം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കി എന്തൊക്കെയാണ് നമ്മളെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നത്? എങ്ങനെയൊക്കെയാണ് സമയം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലും ഒരുപോലെ വന്നിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു 8 മാസത്തോളം വന്ന സമയത്താണ് ഹസ്ബൻഡിനൊരു സർജറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 1 വർഷത്തോളം ഞാൻ പിന്നെ ബ്രേക്ക് എടുത്തു. അതിനുശേഷം വീണ്ടും റീജോയിൻ ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും മെന്റേഴ്സ് നമ്മളെ വിളിച്ച് കാര്യങ്ങൾ നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാം, അവരോട് ചോദിക്കാം. മെന്റർ ഫസ്റ്റ് മേഘ മിസ്സായിരുന്നു, പിന്നെ ദീപ്തി മിസ്സായിരുന്നു. ദീപ്തി മിസ്സിനോടാണെങ്കിലും മേഘ മിസ്സിനോടാണെങ്കിലും നന്നായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഒന്ന് വോയിസ് ഇട്ടാലോ അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താലോ അപ്പം തന്നെ അതിന് മറുപടി പറയും. പിന്നെ ദീപ്തി മിസ്സാണെങ്കിൽ ഭയങ്കര അടുപ്പമുള്ളവരെ പോലെ നമ്മളെ എന്ത് കാര്യങ്ങളും ചോദിക്കും. ഫാമിലിയൊക്കെ മാറ്റേഴ്സൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് മിസ് എന്ത് കാര്യവും നമ്മളോട് സംസാരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഓൺലൈനിൽ വന്നിട്ട് അല്ലേ? രണ്ടാമത് ഓൺലൈൻ വന്നപ്പോൾ ആവേശം ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് അവസാനത്തെ ഫൈൻ ട്യൂണിങ് നടക്കുന്നത്. അതെ. അപ്പോൾ അതിനകത്തുള്ള എക്സാം, അത് മെയിൻ എക്സാം ആണല്ലോ. എക്സാംസ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിനേഷൻ എഴുതുമ്പോഴത്തേക്കും ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വരുമ്പോൾ നമുക്കത് ചിലപ്പം വായിക്കേണ്ട തന്നെ വരില്ല. ഒരു നമ്മളെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതാണ് എന്നുള്ളത് വരും. ഒരു ദിവസം തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കുറേ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പെട്ടെന്ന് ഇതാണല്ലോ, പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവും. അല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം കിട്ടും ആൻസർ ഏതാണെന്ന്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും അവസാനമുള്ള ഫൈൻ ട്യൂണിങ് ബാച്ചാണ്. ആ ബാച്ചിന്റെ ഒരു സ്ട്രാറ്റജി വളരെ ഡിഫറെന്റ് ആണ്. അവിടെ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് എൻട്രി കിട്ടില്ല. നമ്മൾ ഇതുപോലെ ഇപ്പൊ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ഫുള്ള് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെയാണ് അങ്ങനെ എൻട്രി കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് കിട്ടുക. അപ്പോൾ അത്തരത്തിൽ ഓവറോൾ ഓൺലൈനിലും ഓഫ്ലൈനും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്താ ഡിഫറൻസ് എന്താ തോന്നിയിട്ടുള്ളത്? ഓഫ്ലൈനിൽ കുറച്ചുകൂടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ആളുകളായിട്ട് ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ നമുക്ക് കാണാം, റാങ്ക് ലിസ്റ്റൊക്കെ കാണാം. എങ്കിലും ഓഫ്ലൈനിൽ വരുമ്പോൾ ടീച്ചേഴ്സ് ഡയറക്റ്റ് നമ്മളടുത്ത് വന്നിട്ട്, അതുപോലെ തന്നെ മെൻറ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ എല്ലാവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യുകയാണ്. വീട്ടിലിരുന്ന് ചെയ്യുന്നത് പോലെയല്ല, ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ വാശി വരും. നമുക്ക് എങ്ങനെയും ആ സ്കോർ ബോർഡ് കാണുമ്പോൾ നമുക്ക് എങ്ങനെയും അതിൻ്റെ മുകളിൽ എത്തണം എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ വിജില മുരളി എന്ന പേര് തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആകാൻ പാകത്തിനുള്ള ഒരു വ്യക്തിയാണ്. കാരണം എല്ലാം കൊണ്ടും ഇത്രയും കാലമുള്ള പരിശ്രമം, അതിനിടയ്ക്ക് വീണു പോകുന്ന സാഹചര്യങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ വേണ്ടപ്പെട്ട ഒരു 3-4 മരണങ്ങൾ ഇതിനിടയ്ക്ക്. അപ്പൊ ആ ഓരോ തവണയും നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയമെല്ലാം നമുക്ക് ബ്രേക്ക് ആണ് അല്ലേ? അപ്പോൾ ഒരു പ്രോബ്ലം വന്ന് തന്നെ നമ്മൾ വിട്ടിട്ട് പോകുന്ന ആൾക്കാരാണ്. അതിനോടൊപ്പം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഒത്തിരി കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റില്ല ഓപ്പണായിട്ട്. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും പഠിച്ചു കയറി വന്ന ഒരാളാണ്. അതുപോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിജിൽ എന്താണ് നമ്മുടെ കുട്ടിയെ കൊടുക്കുന്ന മെസ്സേജ്? ഇത് തന്നെയാണ് സാറ് പറഞ്ഞെടുത്തുനിന്നാണ് തുടങ്ങുന്നത്. കൺസിസ്റ്റൻസിയാണ്. നമ്മളെപ്പോഴും പഠിച്ചത് പുതിയ പഠിക്കാൻ പോവാതെ പഠിച്ചത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കുക. എനിക്ക് ഏറ്റവും പ്രശ്നം വർഷങ്ങളായിരുന്നു. വർഷങ്ങൾ എഴുതി വെച്ച് പഠിക്കുക, വർഷങ്ങളും ഡേറ്റുകളൊക്കെ എഴുതി വെച്ച് പഠിക്കുക. എപ്പോഴും മാറിപ്പോകുന്നതായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ റിവിഷൻ വേണം, അതാണ് നമ്മുടെ മുഖ്യമായിട്ട്. പിന്നെ എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ആലോചിക്കാനുള്ള സമയം പോലും കിട്ടാതെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എക്സാംസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, എല്ലാ എക്സാംസും. എനിക്ക് അവസാനമായിട്ട് നന്ദി പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ മോനാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്. മോനും ഹസ്ബൻഡും. കരച്ചിലുണ്ട്. അത് അവന് ഓരോ സമയത്ത് അമ്മ പോയി പഠിച്ചോ, കുഴപ്പമില്ല അമ്മേ, ഞാനത് ചെയ്തോളാം, അമ്മ പോയി പഠിച്ചോ എന്ന് പറയും. ഹസ്ബൻഡാണെങ്കിലും എല്ലാ എൻ്റെ വീട്ടുജോലികളിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാറിനോടും നമ്മുടെ ഫുൾ ടീമിനോടുമുള്ള, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളകപ്പെട്ടപ്പം ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ വന്നപ്പോൾ ഫ്രണ്ട്സാണ് എൻ്റെ പ്രധാനമായിട്ട് എന്നെ പല ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നന്നായി വരട്ടെ.